എന്താടോ കളം കഴുകൽ പരിപാടി. ഒരാളെ നോക്കിയ വെള്ളടിച്ചു കൊടുക്കും. കുട്ടികളെ ഫോൺ കാണാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് മേതു ഫോൺ കാണാൻ പോവായിരുന്നു. ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മേതുട്ടി എന്താണ്? ഒന്നുമില്ല. വിഷുവായില്ലേ? മേതു വിഷു ആയില്ലേ? എന്താ പരിപാടി വിഷുവിന്? വിഷുക്ക് നമുക്ക് എന്നാ പരിപാടി മേതു പറയുന്നു. മേതു പറയുന്നുണ്ടെന്ന് വിഷുവിന് പറ. മേതു പറ. അതങ്ങാടെ വെച്ചിന് പറ. വിഷുവിന് നമുക്കില്ലേ സൈക്കിൾ വാങ്ങിത്തരും. അത് മറന്നിട്ടില്ല. മുല്ലപ്പൂവിന്റെ ഇഷ്ടപ്പെട്ട്. മുല്ലപ്പൂന്റെ അല്ല, കൊന്നപ്പൂവിന്റെ. കൊറേ ഇവള് നോക്കി ഇവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതെ, ഇന്നൊരു കുപ്പായി എടുത്തിട്ടില്ലേ? കൊന്നപ്പൂന്റെ അതൊക്കെ ഇഷ്ടപ്പെട്ട്. കൊന്നപ്പൂവിന്റെ മേതു ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ എടുത്തത്. ഇനിയിപ്പൊ മേതു അത് ഇട്ടിട്ട് ഫോട്ടോ എല്ലാം എടുക്കൂലേ? എത്രയായി? ഇപ്പൊ സൈക്കിൾ ഓടിക്കേണ്ട സമയമായി ഉള്ളത്. വൈകുന്നേരത്തെ കളിക്കണ്ട അല്ലേ? പ്ലാത്ര പോലായി. പ്ലാത്ര പോവാനാ? എന്നാ പിന്നെ പ്ലാത്ര പോയിട്ട് വാട്ടാ. ഓക്കെ ബൈ. പ്ലാത്ര പോയിട്ട് വേമ്പോ ഒന്നുമല്ല, വിമാനത്തിലെ പോയിട്ടൊന്നുമല്ല. പെട്ടെന്ന് ഒന്നും നിങ്ങൾ ഒരിക്കലും ചോദിക്കട്ടെ ഞാൻ വിഷുവിന്റെ. വിഷുവിന്റെ അമ്മമ്മേ പരിപാടി കണി കാണണം. പിന്നെ സെറ്റ് സാരി കൊടുത്തിട്ട് അമ്മേരെ വക എനക്കൊരു സെറ്റ് സാരി ഓർമ്മകളിലേക്ക് പോയിന്നല്ലേ? സെറ്റ് സാരി കൊടുത്തു. രണ്ട് സെറ്റ് സാരി ഉണ്ട്. അപ്പൊ സെറ്റ് സാരി കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ കണി കാണണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും അമ്പലത്തിൽ പോകുന്നുണ്ടോ? നമ്മ പോകുന്നുണ്ടെങ്കിൽ അമ്മയും വരുന്നില്ലേ? അടുത്തില്ലേ നമ്മൾ അമ്പലത്തിലൊന്നും? ഇവിടെ പോവും. അടുത്ത് നമ്മൾ ഇടയില്ല അമ്പലത്തിൽ പോകും. രാവിലെ കണി കാണാൻ പോകും. മണിക്കൂട്ടൻ അത്. അപ്പൊ ഞാൻ വിളക്കെടുത്ത് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് കഴുകാൻ വേണ്ടിട്ട്. അപ്പൊ അതാ ഓൻ പറയുന്നു വിളക്ക് ക്ലീൻ ആക്കണം. നമുക്ക് പടക്കം മണിക്കണ്ടേ? പടക്കം മണിച്ചിട്ടോ. അപ്പൊ പടക്കം പണ്ടെല്ലാണെങ്കിൽ നമ്മള് കൊറേയെല്ലാം മണിക്കലുണ്ട്. ഇപ്പം പിന്നെ പടക്കം കിട്ടി. അല്ല, കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ പടക്കം പൊട്ടിച്ചിട്ട് പിന്നെ ഇതിന്റെ പുകയില്ലേ, പുക മണിക്കൂട്ടിന് കുറേ നേരം ഇടിയിരുന്നു. പടക്കം പൊട്ടിച്ചിട്ട് ഇതിന്റെ പുക കൊണ്ടിട്ട് മണിക്കൂട്ടിന് പെട്ടെന്ന് ശ്വാസം മുട്ടുന്ന പോലെയല്ല ഇപ്പൊ. പിന്നെ ഒന്നും കമ്പിത്തിരി എടുത്തിട്ടില്ലേ, ഞാൻ കമ്പിത്തിരി കത്തിക്കുന്നേ പെട്ടെന്ന് അതിന്റെ ഇത് സൂക്ഷിച്ചിട്ട് ശ്വാസം വലിക്കാൻ കിട്ടുന്നു. ആകെ പേടിച്ചു പോയിട്ടു കഴിഞ്ഞ വിഷുവിന്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം പടക്കം മണിക്കാൻ വേണ്ടിയിട്ട് വലിയ താല്പര്യമൊന്നുമില്ല. എന്നാലും 2 പറങ്കിപ്പടക്കോ അങ്ങനെ കമ്പിത്തിരി പുകുറ്റി അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ ഇവർക്ക് വേണ്ടിയിട്ട് മാത്രം ചെറുതായിട്ടൊന്ന് മണിക്കണമെന്നുണ്ട്. അല്ല, വിഷു എന്ന് പറയുമ്പോ ശരിക്കും അങ്ങനെയല്ലേ, പടക്കവും മറ്റേ ഇതല്ലേ ഗുണ്ടെല്ലാം മേടിച്ച. എനക്ക് പേടിയാണ് പടക്കൊന്നും പൊട്ടുമ്പോ വലിയ താല്പര്യമൊന്നുമില്ല. പ്രിയ വിളക്ക് കഴുകാൻ വേണ്ടി പോയിന്. പൊടി ഇതാണേ അമ്മോറനെ. പീതാംബരി ഒന്ന് പരീക്ഷിച്ച് നോക്കാം. പീതാംബരി ഷൈനിങ് പൗഡർ. അതുകൊണ്ട് ഞാൻ മാറ്റുണ്ടാവും. കഴുകലുണ്ട് ഇടക്കിടക്ക്. അല്ല, ഇടക്കിടക്ക് വിളക്കെല്ലാം നല്ല വൃത്തിയാക്കി വെച്ചിട്ട് ഇപ്പൊ അമ്മയും മക്കളും കൂടി രാത്രി നല്ല പരിപാടിയാണ്. എന്താടോ കളം കഴുകൽ പരിപാടി. ഒരാളെ നോക്കിയ വെള്ളടിച്ചു കൊടുക്കല്. കളം വൃത്തി. ഇയാള് ഇട ഒരാള്. ഓക്കെ ഇയാള് പാട്ട് കേൾക്കാം നമുക്ക്.
മണ്ണൊരിക്കാൻ കൂട്ടരെ മനസ്സൊരിക്കാൻ കൂട്ടരെ മണ്ണെറിഞ്ഞ് പണിയെടുത്ത് മുന്നേറാൻ കൂട്ടരെ കഥച്ചു നേടിയ നാടിത് വിതച്ചു നേടിയ നാടിത് മണ്ണെറിഞ്ഞ് പണിയെടുത്ത് മുന്നേറാൻ കൂട്ടരെ മുന്നേറാൻ കൂട്ടരെ. വാവ്, വെരി ഗുഡ് വെരി ഗുഡ്. മുത്തശ്ശിക്കൊരു കടിയുണ്ട് പറയട്ടെ. മുത്തശ്ശിക്കൊരു കടിയുണ്ട്, മുത്തശ്ശിക്കൊരു കടിയുണ്ട്, കടിയും നീള കൂട്ടുണ്ട്, ഡെലിക്ക് പോണ്ട വട്ടിയപ്പ കൊടുത്തരുണ്ട് കൊടുക്കട്ട, വടവണ്ണം നല്ല പരിപ്പ് വട, അയ്യോ എരുമ്പ് മുളക് വട, വേണ്ടവരെല്ലാം വരുന്നു വേണ്ടവരെല്ലാം വന്നോളൂ, കാശ് കൊടുത്ത് കഴിച്ചോളൂ, കാശ് കൊടുത്ത് കഴിച്ചോളൂ. എടുക്കുക. അത് വേണ്ട, അതിന്റെ മുകളിലൊരു കത്രിക കണ്ടു അതിന്റെ ഇടക്ക്. അതിന്റെ മുകളിലുണ്ട് ക്യാമറയല്ല, ക്യാമറയിൽ നമുക്ക് കാണും. അതാ ഇതേതാ ഇടുന്ന് ഇങ്ങനെ കാണുന്നു. കത്രിക എടുക്കാൻ പാടില്ല. കുട്ടികൾ കത്രിക എടുത്താലല്ലേ പോലീസ് ഒന്ന് പിടിക്കും. കത്രിക എടുക്കാൻ പാടില്ല. അമ്മമ്മേന്റെ കേക്കാ? ആ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അമ്മമ്മ. അങ്ങനെ പറയാൻ പാടില്ല. കത്രിക എടുക്കാൻ പാടില്ല അല്ലേ പ്രിയ? കത്രിക എടുക്കാൻ പാടില്ല, കുട്ടികൾ എടുത്തുവിടാ. അപ്പോൾ ഇവിടെ വന്നിട്ട് മണിക്കൂട്ടിനെ വെള്ളടിച്ചു കൊടുക്കുന്നത്. അപ്പം ഏത് വന്ന് ചോദിച്ചതായിരിക്കും അല്ലേ ആദ്യം? അല്ല ഇയാള് വെള്ളടിച്ചു കൊടുക്കും, ഇനി സ്വന്തം കുളിച്ച പോലെയാണല്ലേ കാണുന്നത്. എടാ ജാക്കിച്ചാൻ, അയ്യോടാ എല്ലാം തായിട്ട് പൊട്ടിച്ചു. കൊണ്ടാ അത് സാധനം എൻ്റെ അച്ഛൻ്റെ കൈമിൽ കൊണ്ടാ. അതിൻ്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ വെള്ളത്തിൽ കുട്ടികളെ ഫോൺ കാണാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് മേതു ഫോൺ കാണാൻ പോവുന്നേ. ഫോൺ പറ. ഏത് കുട്ടികൾ ഫോൺ കണ്ടു കഴിഞ്ഞാൽ അറിയാം പിടിക്കുന്ന ഒരു പ്രേതം വരാനുണ്ട്. പ്രേതമല്ല, എന്താണത്? ആരാണ് ഫോൺ കാണുന്നത്? ഫോട്ടോ എടുക്കാനാണ്. അച്ഛൻ്റെ മുഖം കണ്ടതാ. അതിൽ കിട്ടുവാ? അച്ഛൻ്റെ മുഖം കാണിച്ചെന്നേ. ഇവളെ ഫോട്ടോ എടുത്തേ എടുത്തു. അതിലായില്ല, അതിൽ കാണുന്നില്ല. അച്ഛൻ്റെ ഫോട്ടോ ഇല്ല അതിൽ. ഇല്ല, ഒരു ഗൈസ് കാണിച്ചു തരും. എന്താ അടുത്ത പരിപാടികൾ ഇതുവരെ തീർന്നില്ല. ഇതാ അമ്മയും മോൻ്റെയും അല്ലേ മോളെ? ഉയ്യോടോ ഫോട്ടോ എടുത്ത് കളിക്കും ഇന്നിതാ ഗായ്സ്. ഇതാ എൻ്റെ മോള് ഒരുപാട് ഫോട്ടോ എടുത്തിട്ടുണ്ട് ഗായ്സ്. കാണിച്ചു കൊടുത്തേ മോളെ. തിരിച്ചു പിടിക്കുക, എന്നാലേ കാണാൻ പറ്റൂ. നീ സ്വന്തമായിട്ട് കാണുന്നില്ലോ അത്. വാട്ട് എ പിക്ചർ. പച്ചയിലയാ? അങ്ങനെ ഒരുപാട് പിക്ചർ എടുക്കും. മതി. ആരാണ് ഫോൺ കാണുന്നത്? എടുത്തു. അമ്മയും മോനും എന്താ ചെയ്യുന്നത്? ഇതാ മോൻ വരുന്നുണ്ട്. അയ്യോ, മോനെ കുളിച്ച് ഡ്രസ്സെല്ലാം മാറ്റിയതാ. പിന്നെയും പോയാടാ? രണ്ടാമത് നീ കഠിനാധ്വാനം ചെയ്ത് വേർത്തിട്ട് വരെ കഠിനാധ്വാനം ചെയ്താ വേർക്കും. അതുപോലെ അല്ലാണ്ട് അച്ഛനെ പോലെ വെറുതെ ഇരിക്കല്ലെന്നല്ലേ നീ ഉദ്ദേശിക്കുന്നത്? വീഡിയോ എഡിറ്റിംഗ് അങ്ങനത്തെ പണിയല്ലേ? അതെയാ? അതേപോലെ ഇത് ഫോട്ടോ അടിച്ച് കളിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. താഴേക്ക് നോക്കണേ, താഴേക്ക് നോക്കണം, പെട്ടെന്ന് താഴേക്ക് നോക്കിയേ. ഒന്നും കൂടി. അതെന്ത് പോസാടാ പെട്ടെന്ന് താഴേക്ക് നോക്കല്? ഒന്നും കൂടി മണിക്കൂട്ടാ. പെട്ടെന്ന് താഴേക്ക് എടുക്കുമ്പോ ഒരു ഫീൽ കിട്ടും. ഉണ്ടോ? ഇതുണ്ടാ പെട്ടെന്ന്. അയ്യോ, ഇവര് ഭയങ്കര ഫോട്ടോഗ്രാഫിയാണ് കേട്ടാ. ഇതെല്ലാം ഇരുന്ന് പിടിച്ചിട്ട് മണിക്കൂട്ടാ. നീ എന്നെ എടുക്കണ്ട മണി. സ്നേഹപ്രകടനം തുടങ്ങി. പുതിയ വീഡിയോ ഇനി വീഡിയോ എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോ അവസാനിപ്പിക്കണ്ടേ നമുക്ക്? പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ ബൈ.